ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓസ്കാർ പിക്ക് അതുപോലെ പിരാന എക്സ്പോയിൽ പോയ സമയത്താണ് ഇവർ രണ്ടുപേരും ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഓസ്കാർ പിക്ക് അമേരിക്ക, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ശുദ്ധജല മത്സ്യമാണ്. അമേരിക്കയിലൊക്കെ ഇത് അക്വേറിയം മത്സ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ ഇത് ഗെയിം മത്സ്യമായിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇതിനെ കാണാൻ. ശുദ്ധജല മത്സ്യമാണ് കേട്ടോ. ഇത് ആമസോൺ നദിയിലൊക്കെ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യമാണ് ഇത്. അതുപോലെ പിരാനയൊക്കെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യമാണ്. ഇയാളൊരു പാവാണല്ലേ കണ്ടിട്ട്. എനിക്ക് ഇവിടെ വെച്ചിട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫിഷ് തന്നെയാണ് ഓസ്കാർ പിക്ക്. നല്ല സൈസുണ്ട്. അക്വേറിയത്തിലൊക്കെ നല്ല അലങ്കാരമായിരിക്കും ഇയാളെ കിട്ടിയാൽ. അങ്ങനെ ക്യാമറയുടെ അടുത്തൊക്കെ വന്നിട്ട് നന്നായിട്ട് പോസ് ചെയ്ത് തന്നു. ഒരു ശാന്തസ്വരൂപിയായിട്ടുള്ള രൂപം അല്ലേ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പിരാന. ഇതും ഇതുപോലെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യം തന്നെയാണ് പിരാന. പിന്നെ പിരാനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂർത്ത പല്ലുകളായിരിക്കും ഇതിന്. നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ മാംസഭോജിയാണ് ആൾ. മാംസഭോജിയായിട്ടുള്ളൊരു ഫിഷാണ്. അപ്പോൾ ഫിഷിനെയും അതുപോലെ ബ്ലഡൊക്കെ നന്നായിട്ട് ആകർഷിക്കപ്പെടും ഇവരെ. വേനൽക്കാലങ്ങളിലാണ് അത്ര ഇവരെ ഇവർക്ക് ആക്രമണ ബുദ്ധി കൂടുന്നത് വേനൽക്കാലത്താണെന്നാണ് പറയണത്. പിരാന മത്സ്യത്തിന് ഇവർ മനുഷ്യനെയൊക്കെ നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്ന പറയുന്നത് പിരാന മത്സ്യം. ഇത് കോഴിക്കാർപ്പാണ്. പക്ഷെ അവർ ഈ പിരാന മത്സ്യം തന്നെ കൂടുതലായിട്ട് മനുഷ്യരെയൊന്നും അങ്ങനെ ഉപദ്രവിച്ചതായിട്ട് കേട്ടില്ല. അപൂർവമായിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. കോഴിക്കാർപ്പ്, ഗോൾഡ് ഫിഷ് അവിടെ ചെന്ന്, അതുപോലെ ടെട്രാ ഫിഷ് ഇത് യെല്ലോ ആണ്. പിന്നെ കണ്ടാൽ ജുവൽ ഫിഷ് ഒരു വെറൈറ്റി തോന്നി. കാരണം കറക്റ്റ് ഒരു വെള്ളി കളറിലാണ് ഇതുള്ളത്. നല്ല രസമാണ് കാണാൻ. നല്ല വെള്ളിയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരാൾ ഇതുപോലെ എന്തിൻ്റെ ശരിക്കും മാലാഖയൊക്കെ തോന്നിക്കും. പിന്നെ കണ്ടത് അലിഗേറ്ററിനെയാണ്. അലിഗേറ്ററും പിരാനി ഒരുമിച്ചിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.